एंडे सूरतगढ़े कोची केरलम के इतिहास में सामाजिक परिवर्तनम की पवित्र भूमि रही। पंडित करुप्पन के नेतृत्व में यहीं से सम्मान और समानता की आवाजें उठी थी। उस जज्बे को अखिल केरला धीवरा सभा ने आज भी जीवंत बना रखा है। मैं इस अवसर पर माता अमृतानंदमयी जी को भी नमन करूंगा। उनका जीवन निस्वार्थ सेवा का एक अद्भुत उदाहरण है। उनका मुझ पर जो स्नेह रहा है वो मेरा बहुत बड़ा सौभाग्य है। സുഹൃത്തുക്കളെ, കേരളത്തിന്റെ ചരിത്രത്തിൽ കൊച്ചി എന്നുള്ളത് സാമൂഹ്യ പരിവർത്തനത്തിന്റെ മണ്ണായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മണ്ണിൽ നിന്നാണ് പണ്ഡിറ്റ് കരുപ്പൻ സ്വാഭിമാന ബോധത്തിന്റെ അവകാശ പോരാട്ടത്തിന്റെ ഒക്കെ ശബ്ദമുയർത്തിയത്. അതേ വികാരമാണ് ഇന്നും സജീവമായി ധീവരസഭ നിലനിർത്തുന്നത്. ഈ അവസരത്തിൽ ഞാൻ ലോകാരാധ്യയായ മാതാ അമൃതാനന്ദമയി ദേവിയെ ഞാൻ നമസ്കരിക്കുകയാണ്. അമ്മയുടെ ജീവിതം എന്നുള്ളത് നിസ്വാർത്ഥ സേവനത്തിന്റെ അത്ഭുതകരമായ ഉദാഹരണം. വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. സാമൂഹ്യ സന്തുലിതാവസ്ഥ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും അഖില കേരള ധീവരസഭ നടത്തുന്ന ശ്രമം നിസ്തുലമാണ്, മഹത്തരമാണ്. एंडे सूरतगढ़े केरलम में आई विनाशकारी बाढ़ के समय भी पूरे देश ने आपकी सेवा भावनाओं को बहुत करीबी से देखा है। जब राज्य अभूतपूर्व संकट का सामना कर रहा था तब हमारे इस समाज के लोगों ने मोर्चा संभाला था। वो तस्वीरें कोई नहीं भूल सकता जब आपने अपनी नावों को जोखिम में डालकर फंसे हुए परिवारों को बचाया, जरूरतमंदों तक सामान पहुंचाया। इसी भावना के कारण आज पूरा देश फिशरमैन समुदाय के साहस, सेवा और समर्पण को सम्मान के साथ याद करता है. കേരളത്തിൽ വൻ പ്രളയമുണ്ടായപ്പോൾ ഈ സമുദായത്തിന്റെ സേവന മനോഭാവം ലോകം മുഴുവൻ അടുത്തുനിന്ന് കണ്ടതാണ്. ഈ നാട് എപ്പോഴൊക്കെ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിനെ അതിജീവിക്കാനുള്ള പ്രവർത്തനം ഈ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. ആ ചിത്രമൊന്നും ഒരിക്കലും ഒരാളും മറക്കില്ല. പ്രളയ സമയത്ത് നിങ്ങൾ ജീവൻ പണയപ്പെടുത്തി വള്ളമിറക്കി നിരവധി കുടുംബങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് സാധനങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഇവയൊന്നും ആരും മറക്കില്ല. ഈ കാരണങ്ങളാലെല്ലാം തന്നെ ധീവര സമുദായത്തിന്റെ ധീരതയും സമർപ്പണ മനോഭാവവും നന്ദിയോടെ ഈ രാജ്യം ഓർക്കുകയാണ്. एंडे सूरतगढ़े हमारी फिशरमैन कम्युनिटी की मेहनत, उनकी क्षमता देश की अर्थव्यवस्था को नई गति देने की ताकत रखती है। लेकिन दशकों तक इस बड़े वर्ग की उपेक्षा होती रही। आपके श्रम के साथ पिछली सरकारों ने कभी न्याय नहीं किया, लेकिन अब बीजेपी एनडीए सरकार आपके असीम सामर्थ्य को मान देते हुए आगे बढ़ रही है. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികളുടെ അധ്വാനവും കാര്യക്ഷമതയും നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ദിശാബോധവും ശക്തിയും നൽകുന്നുണ്ട്. എന്നാൽ വർഷങ്ങളായി ഈ സമൂഹത്തിന് അവഗണന മാത്രമാണ് തിരികെ കിട്ടിയത്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹമായ പരിഗണന കഴിഞ്ഞ സർക്കാരുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻഡിഎ സർക്കാരാണ് നിങ്ങളുടെ സമാനതകളില്ലാത്ത കഴിവിന് അംഗീകാരം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. हमारी सरकार ने फिशरमैन कम्युनिटी के सामर्थ्य को ब्लू इकोनॉमी के असीम पोटेंशियल की दृष्टि से देखा है. ये बीजेपी एनडीए सरकार ही है जिसने फिशरमैन के हितों के लिए अलग मंत्रालय का गठन किया. हमने फिशरमैन समुदाय को विकास की मुख्य धारा में लाने के लिए कई महत्वपूर्ण कदम उठाए. प्रधानमंत्री मत्स्य संपदा योजना के तहत केरलम के लिए अराउंड 1,400 करोड़ रुपीस का प्रावधान किया गया है.
इससे फिशरीज में केरलम तेजी से आगे बढ़ रहा है। ഈ സർക്കാർ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ കഴിവിനെ നമ്മളുടെ സമുദ്രത്തിന്റെ സമ്പദ്ഘടനയായ ബ്ലൂ ഇക്കോണമിയുടെ അനന്തമായ സാധ്യതയായാണ് കാണുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരാണ് മത്സ്യത്തൊഴിലാളികളുടെ നന്മയ്ക്കായി ഒരു പ്രത്യേക മന്ത്രാലയം തന്നെ രൂപീകരിച്ചത്. മത്സ്യത്തൊഴിലാളികളെ വികസനത്തിന്റെ മുൻപന്തിയിലെത്തിക്കാൻ നിരവധി പദ്ധതികളാണ് ഈ സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയിൽ കേരളത്തിനു മാത്രം 1400 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ഇതുമൂലമാണ് കേരളത്തിന്റെ മത്സ്യമേഖല വേഗം വളരുന്നത്. यहाँ फिशरमैन समाज को मजबूत करने के लिए कई लेवल पर काम हो रहा है। फिशरमैन कोऑपरेटिव सोसाइटी और फिशरीज फार्मर प्रोड्यूसर ऑर्गेनाइजेशंस उसको लाखों करोड़ रुपए का फंड भी दिया जा रहा है। हम ये भी चाहते हैं कि फिशरमैन समाज के युवा ब्लू इकोनॉमी को लीड करें, एक्सपोर्ट जैसे क्षेत्रों में आगे बढ़े। इसलिए क्रेडिट गारंटी सिस्टम के माध्यम से युवाओं को आगे बढ़ने के लिए प्रोत्साहित किया जा रहा है। പ്രിയപ്പെട്ടവരെ, മത്സ്യത്തൊഴിലാളികളെ ശാക്തീകരിക്കാൻ വിവിധ തലത്തിലുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. മത്സ്യപ്രവർത്തക സഹകരണ സൊസൈറ്റികൾ, മത്സ്യപ്രവർത്തക ഫാമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്നിവ വഴി ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിക്കപ്പെടുന്നത്. ഇവയുടെ പ്രവർത്തനത്തിനായി ലക്ഷക്കണക്കിന് രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. മത്സ്യപ്രവർത്തക സമൂഹത്തിലെ യുവാക്കൾ ബ്ലൂ ഇക്കോണമിയെ നയിച്ച് മത്സ്യ കയറ്റുമതി മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി മത്സ്യമേഖലയിലുള്ള യുവാക്കൾക്ക് സർക്കാർ ഗ്യാരണ്ടിയിൽ വായ്പ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. एनडीए सूरजगढ़े आज टेक्नोलॉजी भी फिशरमैन समुदाय की ताकत बन रही है। इसी सोच के साथ नेशनल फिशरीज डिजिटल प्लेटफॉर्म शुरू किया गया है। इससे मछुआरे, नाव मालिक और एक्सपोर्टर्स एक ही प्लेटफॉर्म पर रजिस्ट्रेशन कर सकते हैं। उन्हें योजनाओं का लाभ मिलने में अब और आसानी हो गई है। ഇന്ന് സാങ്കേതിക വിദ്യയും മത്സ്യത്തൊഴിലാളികളുടെ ശാക്തീകരണത്തിനായി ഉപയോഗിക്കപ്പെടുകയാണ്. ഇതിനായി ദേശീയ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. ഇതുവഴി മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ, കയറ്റുമതിക്കാർ എന്നിവരെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ എത്തിച്ച് ഒറ്റ ശൃംഖലയിൽ കോർത്തിണക്കി അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നുണ്ട്. അവരവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതുമൂലം വിവിധ പദ്ധതികളുടെ സഹായം കിട്ടുന്നത് കൂടുതൽ എളുപ്പമായി മാറിയിരിക്കുന്നു. एनडीए सूरजगढ़े समुद्र में जाने वाले मछुआरों की सुरक्षा भी हमारे लिए बहुत महत्वपूर्ण है। पहले हमारे मछुआरे भाई बहन खुले समुद्र में जाते थे तो घर वाले उनके वापस आने तक चिंता और डर में डूबे रहते थे, क्योंकि समंदर में मौसम को लेकर आशंकाएं बनी रहती थी। लेकिन अब ऐसा नहीं है। हमने सैटेलाइट के जरिए समंदर में मछुआरे भाई बहनों की सुरक्षा को बढ़ाया है। केरलम की बोट्स के लिए अराउंड 7,000 सैटेलाइट आधारित ट्रांसपोंडर्स भी दिए गए हैं। इनमें से 4,500 से अधिक ट्रांसपोंडर स्थापित किए जा चुके हैं। इससे समुद्र में आने वाली फिशरमैन की सुरक्षा को प्राथमिकता मिली है। പ്രിയപ്പെട്ടവരെ, മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്ന തൊഴിലാളികളുടെ സുരക്ഷയും നമുക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. പണ്ടൊക്കെ മത്സ്യബന്ധനത്തിന് പോകുന്നവരെ ഓർത്ത് അവർ തിരികെ വരുന്നതുവരെ തീ തിന്ന് കഴിയാനായിരുന്നു കരയിലിരിക്കുന്നവരുടെ വിധി. കാലാവസ്ഥയനുസരിച്ച് കരയിലിരിക്കുന്നവർക്ക് ആശങ്കയും വിഷമവും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. എന്നാൽ സാഹചര്യങ്ങൾ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രം 7,000-ഓളം മത്സ്യബന്ധന ബോട്ടുകളിലേക്കാണ് ഉപഗ്രഹാധിഷ്ഠിതമായ ട്രാൻസ്പോണ്ടറുകൾ വിതരണം ചെയ്തത്. ഇതിൽ 4,500-ഓളം ട്രാൻസ്പോണ്ടറുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുമുണ്ട്. ഇതുമൂലം
മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് മുൻഗണനയും പ്രാധാന്യവും കിട്ടുന്നുണ്ട്.